Hi friends, it's me Priya Hariprasad. Welcome to the world of economics and welcome to my channel. Hope that you all are doing good. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിഗു എഫക്ട് ഓർ റിയൽ ബാലൻസ് എഫക്ട്. ഓക്കെ, പിഗു എഫക്ട് ഓർ റിയൽ ബാലൻസ് എഫക്ട്. അപ്പം ഒരുപാട് സ്റ്റുഡൻസ് ആവശ്യപ്പെട്ടിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ നമുക്കറിയാം ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ഓക്കെ, അതുകൂടാതെ ഒരുപാട് റിക്വസ്റ്റ് വരുന്നത്, പക്ഷെ എല്ലാ വീഡിയോയും കൂടെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പം വരുന്ന ദിവസങ്ങളിൽ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് ആവശ്യപ്പെടുന്ന ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള വീഡിയോസ് സ്ലോലി ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. കീപ് വാച്ചിങ്, സപ്പോർട്ട് മൈ ചാനൽ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. കാരണം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ദെൻ കം ലെറ്റ്സ് ലേൺ ടുഗെദർ. ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. പിഗു എഫക്ട്. ഓക്കെ, അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു AC പിഗു, ഫേമസ് നിയോ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് അല്ലെ. ഫേമസ് നിയോ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള AC പിഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ പിഗു എഫക്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റിയൽ ബാലൻസ് എഫക്ട്. ഇതിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിയൽ ബാലൻസ് എഫക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ he suggested wage cut policy as a remedy to unemployment. അൺഎംപ്ലോയ്മെന്റിന് ഒരു റെമഡി ആയിട്ട് AC പിഗു സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത്? വേജ് കട്ട് പോളിസി. ഓക്കെ, അപ്പം AC പിഗു എന്താണ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? വേജ് കട്ട് പോളിസി. ഫോർ വാട്ട്? ടു ടാക്കിൾ ദ പ്രോബ്ലം ഓഫ് അൺഎംപ്ലോയ്മെന്റ്. അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന പ്രോബ്ലം ഇല്ലാതെയാക്കാനായിട്ട്, അതിനെ മറികടക്കാനായിട്ട്. ഓക്കെ, എക്കോണമിയിലെ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന പ്രോബ്ലം ഇല്ലാതെയാക്കാനായിട്ട് പിഗു പറഞ്ഞിട്ടുള്ള ഒരു പോളിസിയാണ് വേജ് കട്ട് പോളിസി. ഓക്കെ, എന്താണ് ഈ വേജ് കട്ട് പോളിസി എന്ന് പറഞ്ഞാൽ? വേജ് കട്ട് ചെയ്യുക, അത്ര തന്നെ, ലേബേഴ്സിന്റെ വേജ് കുറയ്ക്കുക. ഓക്കെ, അക്കോർഡിംഗ് ടു ഹിം വേജ് കട്ട് വിൽ ലീഡ്സ് ടു റിഡക്ഷൻ ഇൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് വേജ് കട്ട് ചെയ്താൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? കുറയും. ആൻഡ് ദാറ്റ് വിൽ ലീഡ്സ് ടു ഡിക്രീസ് ഇൻ ദ പ്രൈസ് ലെവൽ. പ്രൈസ് ലെവൽ എന്ത് ചെയ്യും? കുറയും. കാരണം വേജ് കട്ട് ചെയ്താൽ പ്രൊഡ്യൂസേഴ്സിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയും ആണല്ലോ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കുറയും. സാധനങ്ങളുടെ വില ആര് കുറയ്ക്കും? പ്രൊഡ്യൂസേഴ്സ് കുറയ്ക്കും. അങ്ങനെ പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് കുറയ്ക്കുമ്പോൾ ദാറ്റ് വിൽ ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. ഡിമാൻഡ് കൂടാൻ സാധ്യതയുണ്ട് ഇല്ലേ? പ്രൈസ് കുറഞ്ഞാൽ ജനറലി എന്താ സംഭവിക്കുക? ഡിമാൻഡ് കൂടും അല്ലെ. അപ്പൊ വേജ് കട്ട് ചെയ്തു. വേജ് കട്ട് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറഞ്ഞു. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയുമ്പോൾ സാധനങ്ങളുടെ വില കുറഞ്ഞു. വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടി. അപ്പം നോർമലി എന്താണ്? ഡിമാൻഡ് കൂടി കഴിയുമ്പോൾ എന്താ ചെയ്യുക? പ്രൊഡക്ഷൻ കൂടും അല്ലെ. വോള്യൂം ഓഫ് പ്രൊഡക്ഷൻ കൂടും. അപ്പൊ വോള്യൂം ഓഫ് പ്രൊഡക്ഷൻ കൂടുമ്പോൾ പ്രൊഡ്യൂസേഴ്സിന് ആരെ കൂടുതൽ ആവശ്യമാണ്? തൊഴിലാളികളെ ആവശ്യമാണ്. അപ്പൊ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വിൽ ഓൾസോ ഇൻക്രീസസ് അല്ലെ. ഇൻ ദിസ് സിറ്റുവേഷൻ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വിൽ ഓൾസോ ഇൻക്രീസസ്. ആ സിറ്റുവേഷനിൽ എന്ത് കൂടും? എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടും. അപ്പൊ ഇവിടെ നമ്മൾ ഏത് പ്രോബ്ലത്തിനെ ഇല്ലാതെയാക്കി? അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന പ്രോബ്ലം അല്ലേ. ഓക്കെ, അപ്പൊ വേജ് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പറയുന്നത്. അപ്പം വേജ് കട്ട് ചെയ്യുക, അതിന്റെ ആഫ്റ്റർ എഫക്ട്സ്, അതാണ് ഈ വേജ് കട്ട് പോളിസിയും ഈ പിഗു എഫക്റ്റിലും നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഒന്നും കൂടെ നോക്കിക്കോളൂ. വേജ് കട്ട് ചെയ്യുക അക്കോർഡിംഗ് ടു AC പിഗു എന്താണ്? വേജ് കട്ട് പോളിസി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആൻ എഫക്റ്റീവ് പോളിസി ടു ടാക്കിൾ ദ പ്രോബ്ലം ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, നമ്മുടെ എക്കോണമിയിൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന പ്രോബ്ലത്തിനെ ടാക്കിൾ ചെയ്യാൻ, ഇല്ലാതെയാക്കാൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പോളിസിയാണ് വേജ് കട്ട് പോളിസി. അതെങ്ങനെയാണ് നോക്കിക്കോളൂ. എങ്ങനെയാ അത് വർക്ക് ചെയ്യുന്നത് നോക്കിക്കോളൂ. എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? വേജ് കട്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യും? പ്രൈസ് ലെവൽ കുറയ്ക്കും. അപ്പൊ ഓരോ പ്രൊഡ്യൂസേഴ്സും അങ്ങനെ ചെയ്യുന്ന സമയത്ത് ലേബർ മാർക്കറ്റിൽ പൊതുവെ വേജ് കുറയുന്ന സമയത്ത് എല്ലാ പ്രൊഡ്യൂസേഴ്സിനും അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറഞ്ഞു കിട്ടിയില്ലേ. അപ്പൊ എല്ലാ സാധനങ്ങൾക്കും പ്രൈസ് എന്ത് ചെയ്തു? കുറയും. എന്ന് വെച്ചാൽ ജനറൽ പ്രൈസ് ലെവലാണ് ഇവിടെ കുറയുന്നത്. അങ്ങനെ പ്രൈസ് ലെവൽ കുറയുന്ന സമയത്ത് ദാറ്റ് വിൽ ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. സാധനങ്ങൾക്ക് എല്ലാം ഡിമാൻഡ് കൂടും. വേണമെങ്കിൽ നമുക്ക് പറയാം ആഗ്രിഗേറ്റ് ഡിമാൻഡ് തന്നെ കൂടുമെന്ന് പറയാം. ശരിയല്ലേ? അങ്ങനെ ഡിമാൻഡ് കൂടിയാൽ എന്താ സംഭവിക്കുക? അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്തായിരിക്കും? ഡിമാൻഡ് കൂടിയാൽ പ്രൊഡ്യൂസേഴ്സ് വോള്യൂം ഓഫ് പ്രൊഡക്ഷൻ കൂട്ടില്ലേ. പ്രൊഡക്ഷൻ കൂടും. ഗ്രാജുവലി എന്തും കൂടും? എംപ്ലോയ്മെന്റും കൂടും. എന്ന് വെച്ചാൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും കൂടും. അപ്പോൾ എക്കോണമിയിൽ അവിടെ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന പ്രോബ്ലം ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ എന്ത്? AC പിഗുയുടെ
പിഗു എഫക്ട് അല്ലെങ്കിൽ വേജ് കട്ട് പോളിസിയും അതിന്റെ ആഫ്റ്റർ എഫക്ട്സും എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് റിയൽ ബാലൻസ് എഫക്ട് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഈ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സാമിന് എന്തൊക്കെ എഴുതണം എന്നുള്ളത് ഞാൻ പോയിന്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അപ്പൊ കുറച്ചും കൂടെ പോയിന്റ്സ് നമ്മൾ എഴുതണം. ഇത്ര മാത്രം എഴുതിയാൽ മതിയാവില്ലല്ലോ. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ. അപ്പൊ ഫസ്റ്റ് എഴുതണം പിഗു എഫക്ട് എന്ന് പറയുമ്പോൾ റിലേറ്റഡ് ടു AC പിഗു, അത് എഴുതാം. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റിയൽ ബാലൻസ് എഫക്ട്. Then second point, AC Pigu recommended wage cut policy as a remedy to unemployment. Unemployment നുള്ള ഒരു റെമഡി ആയിട്ട് AC Pigu എന്തിനാ പറഞ്ഞിരിക്കുന്നത്? വേജ് കട്ടിനെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? വേജ് കട്ട് പോളിസി. ഓക്കെ, അപ്പൊ അക്കോർഡിംഗ് ടു AC Pigu വേജ് കട്ട് പോളിസി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ റെമഡി ടു അൺഎംപ്ലോയ്മെന്റ് അല്ലെ? He recommended wage cut policy as a remedy to unemployment. Then നോക്കി നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കോളൂ. A general wage cut lead to fall in കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, ജനറൽ വേജ് കട്ട് എന്തിലേക്ക് വഴിതെളിക്കും എന്നാണ് പറയുന്നത്? fall in cost of production ആണല്ലോ. ജനറൽ വേജ് കട്ട് will leads to fall in cost of production. വേജ് കുറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയും. thereby അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുക? fall in the general price level and that will leads to increase in demand. ജനറൽ പ്രൈസ് ലെവൽ എന്ത് ചെയ്യും? കുറയും. ജനറൽ പ്രൈസ് ലെവൽ കുറയും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറഞ്ഞപ്പോൾ. അതേപോലെ തന്നെ അത് എന്ത് ചെയ്യും? ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുമ്പോൾ അതിന്റെ കൂടെ എന്തും കൂടിയിട്ടുണ്ട്? പ്രൊഡക്ഷൻ കൂടും. പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ എംപ്ലോയ്മെന്റും കൂടും. ഓക്കെ, പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ പിന്നെ എന്തുമാണ് കൂടുന്നത്? എംപ്ലോയ്മെന്റും കൂടും. മനസ്സിലായല്ലോ? അപ്പൊ വേജ് കുറച്ചു. വേജ് കുറയ്ക്കുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറഞ്ഞു, പ്രൈസ് കുറഞ്ഞു, ഡിമാൻഡ് കൂടി ആൻഡ് പ്രൊഡക്ഷൻ, എംപ്ലോയ്മെന്റ് ഇതെല്ലാം കൂടി. അപ്പൊ അൺഎംപ്ലോയ്മെന്റ് അവിടെ ഇല്ല. ഇതാണ് പിഗു എഫക്ട്. ഇനി നോക്കിക്കോളൂ അത് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്. This happened through the real balance effect. നമ്മൾ പറയുന്നത് ഇത് എന്തിലൂടെയാണ് സംഭവിക്കുന്നത്? Through real balance effect. എന്താണ് ഈ real balance effect? നോക്കിക്കോളൂ. When the general price level falls, the value of money balance with the people rises and they feel that they are richer than before. നോക്കൂ, ഇങ്ങനെ പ്രൈസ് ലെവൽ കുറയുന്ന സമയത്ത് അവരുടെ കയ്യിലുള്ള മണിയുടെ ബാലൻസ് കൂടും, അല്ലെങ്കിൽ വാല്യൂ ഓഫ് മണി എന്ത് ചെയ്യും? കൂടും. അപ്പൊ അവർക്ക് തോന്നും നേരത്തെക്കാളും അവരുടെ കയ്യിൽ മണി ബാലൻസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രൈസ് ലെവൽ കുറഞ്ഞത് കൊണ്ട് മണിക്ക് വാല്യൂ ഉണ്ട് ആണല്ലോ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവർക്ക് തോന്നും ദേ ആർ റിച്ച് ദാൻ ബിഫോർ. അവര് റിച്ച് ആണ് ദാൻ ബിഫോർ, നേരത്തെക്കാളും അവരിപ്പോൾ റിച്ച് ആണെന്ന് തോന്നും. ദാറ്റ് ഈസ് റിയൽ ബാലൻസ് എഫക്ട്. എങ്ങനെയാണ്? പ്രൈസ് കുറയുന്ന സമയത്ത് ഈ ഓരോരുത്തരുടെ കയ്യിലും ബാലൻസ് ഉണ്ടാവും, മണി ബാലൻസ് ഉണ്ടാവുമല്ലോ. നേരത്തെക്കാളും ഉണ്ടാവും. നേരത്തെ കാരണം നമ്മൾ 100 രൂപ കൊടുത്ത സാധനത്തിന് ഇപ്പൊ 80 രൂപയെ കൊടുക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ 100 രൂപ കൊടുത്ത ആ സാധനം വാങ്ങിക്കുന്ന പ്ലേസിൽ 80 രൂപ കൊടുത്ത് വാങ്ങിച്ചു. നമുക്ക് ആ സാധനം കിട്ടുകയും ചെയ്തു, 20 രൂപ ലാഭം വന്നു. ഇങ്ങനെ ഓരോ സാധനത്തിന് പ്രൈസ് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള മണി ബാലൻസ് എന്ത് ചെയ്യും? കൂടിയിട്ടുണ്ട് ഇല്ലേ? ദാൻ ബിഫോർ. നേരത്തെക്കാളും കൂടിയോ? അതേപോലെ ആ കയ്യിലുള്ള മണിക്ക് എന്തുകൊണ്ട്? വാല്യൂ ഉണ്ട്. കാരണം എന്താ? പ്രൈസ് കുറവാണ്. എല്ലാ സാധനങ്ങൾക്കും വില കുറവാണ്. വില കുറയാന്ന് പറഞ്ഞാൽ മണിക്ക് എന്തുണ്ടെന്നാണ് അർത്ഥം? വാല്യൂ ഉണ്ട്. നേരത്തെ 100 കൊടുക്കേണ്ടടുത്ത് 80 കൊടുത്താൽ മതി. അപ്പൊ കയ്യിലുള്ള മണിക്ക് എന്തുമുണ്ട്? വാല്യൂം ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ജനങ്ങൾക്ക് എന്താ തോന്നുക? അവര് റിച്ച് ആണെന്ന് തോന്നും. ദാൻ ബിഫോർ, നേരത്തെക്കാളും അവര് റിച്ച് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും. അതാണ് റിയൽ ബാലൻസ് എഫക്ട് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിക്കോളൂ. This happened through the real balance effect. When the general price level falls, the value of money balance with the people rises and they feel that they are richer than before. ഓക്കെ, ഇനി നോക്കിക്കോളൂ. ആസ് എ റിസൾട്ട്, അതിന്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുക? they will buy more goods and services. അവർ കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കും. കാരണം അവരുടെ കയ്യിൽ ബാലൻസ് ഉണ്ട് അല്ലേ? അപ്പൊ കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും അവർ വാങ്ങിക്കും. they can purchase. ഓക്കെ, അത് നോർമൽ സിറ്റുവേഷൻ ആണ്. Then അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? Thus aggregate demand and aggregate consumption expenditure increases. aggregate ഡിമാൻഡും aggregate consumption expenditure കൂടും അല്ലെ? അവർ നേരത്തെക്കാളും കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞാൽ aggregate ഡിമാൻഡ് കൂടി അല്ലെ? അതേപോലെ aggregate consumption expenditure കൂടി. അപ്പൊ ശരിക്കും അത് നാഷണൽ ഇൻകം കൂടി ഇൻക്രീസ് ചെയ്യാനുള്ള ആ ഒരു വേ ആണ്. ശരിയല്ലേ? നാഷണൽ ഇൻകം കൂടെ ഇൻക്രീസ് ചെയ്യും. അപ്പൊ എക്കോണമിയിൽ ഫുള്ളും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ നടക്കുന്നത്. aggregate ഡിമാൻഡ് കൂടി, aggregate expenditure കൂടി, നാഷണൽ ഇൻകം അങ്ങനെ കൂടിക്കോളും. ഓക്കെ, then നോക്കിക്കോളൂ. അതേപോലെ തന്നെ അത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മോർ പ്രൊഡക്ഷൻ, മോർ എംപ്ലോയ്മെന്റ്. വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. എന്താ പറയുന്നത്? മോർ പ്രൊഡക്ഷൻ ആൻഡ് മോർ എംപ്ലോയ്മെന്റ്. പ്രൊഡക്ഷനും കൂടുന്നു, എംപ്ലോയ്മെന്റും കൂടുന്നു. അപ്പൊ അൺഎംപ്ലോയ്മെന്റ് എന്ന പ്രോബ്ലമേ ഇക്കോണമിയിലില്ല. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നേരത്തെ പറഞ്ഞത് റിപ്പീറ്റേഷൻ ആണെന്ന് വിചാരിക്കേണ്ട. നേരത്തെ പറഞ്ഞത് വേജ് കട്ട് പോളിസി എഫക്ട്സ് ആണ്. അതേപോലെ തന്നെ റിയൽ ബാലൻസ് എഫക്റ്റിലൂടെയാണ് ഇത് നടക്കുന്നതെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതുകൊണ്ട് ഈ കാര്യം ഞാൻ ഈ രണ്ടാമത് പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്യണം. ഏതുവരെയും അതിലൂടെ aggregate demand, consumption expenditure, more production, more employment എല്ലാം ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ?
അതും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, ഇനി അവസാനം ഒരു സെന്റൻസ് നമുക്ക് എഴുതാം. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വേർഷൻ ഉണ്ട്. അതായത് ജനറൽ പ്രൈസ് ലെവൽ കൂടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുക. വില കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വില കൂടിക്കഴിയുമ്പോൾ സാധനങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ടാവില്ല, അപ്പൊ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല, എക്കോണമിയിൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവുന്നു, അല്ലെ? ഇതിന്റെ ഓപ്പോസിറ്റ് വേർഷൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഡോൺ പാറ്റൻകിൻ ആണ്. ആരാണ്? ഡോൺ പാറ്റൻകിൻ. ആ ഒരു സെന്റൻസ് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. ജസ്റ്റ് ഇതിന്റെ ഓപ്പോസിറ്റും എക്കോണമിയിൽ സാധ്യതയുണ്ട്. അപ്പൊ കൂടുതൽ മാർക്കിൽ ചോദിക്കുകയാണെങ്കിൽ ആ ഓപ്പോസിറ്റ് കാര്യം നമുക്ക് എഴുതാം. എങ്ങനെ? ജനറൽ പ്രൈസ് ലെവൽ കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, ഡിമാൻഡ് കുറയുമ്പോൾ എന്താണ്? പ്രൊഡക്ഷൻ ഇല്ല, എംപ്ലോയ്മെന്റ് ഇല്ല, അങ്ങനെ എക്കോണമി ഫുൾ അങ്ങനെ ഒരു പ്രോബ്ലത്തിലേക്ക് പോകുന്നു. നാഷണൽ ഇൻകം കുറയും, അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയും, അഗ്രിഗേറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ കുറയും, എല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ ഇത് പറഞ്ഞിട്ടുള്ളത് ആരാണെന്ന് മാത്രമേ ഉള്ളൂ? ഡോൺ പാറ്റൻകിൻ ആണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പൊ പിഗു എഫക്റ്റും റിയൽ ബാലൻസ് എഫക്റ്റും നന്നായിട്ട് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്തത് നോട്ട്സ് ആവശ്യമുള്ളവർക്ക് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ കുറച്ച് സിമ്പിൾ ആയിട്ടാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫോളോ ചെയ്യാൻ ലെറ്റർ നോട്ട് എഴുതിയെടുക്കാം, സ്ലോ ഡൗൺ ചെയ്തിട്ട് എഴുതിയെടുക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. എല്ലാവരും ഇത് വാച്ച് ചെയ്യും, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യും ചെയ്യാം. വീണ്ടും ഇതേപോലെ ഒരുപാട് സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ലൈക്ക് യു ഓൾ. താങ്ക് യു. താങ്ക്സ് അ ലോട്ട്. ടേക്ക് കെയർ. ബൈ.